ശില്പ ശില്പ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ഡിസ്കവറി നടത്തിയിട്ടുണ്ടോ ശില്പ? ഇല്ല. എന്തേ? ഒന്നും കണ്ടുപിടിച്ചില്ല? ഇല്ല, ഒന്നും. അങ്ങനെ എനിക്ക് എന്നെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണം, എന്നെ ഞാൻ കണ്ടുപിടിച്ചു. അതല്ലാതെ ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച പോലെയോ ഫോണ് കണ്ടുപിടിച്ച പോലെയോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചില്ല? അത്രയ്ക്കൊന്നും ഞാൻ എത്തി. ശില്പ എന്തൊരു തന്തവൈബാണ്. എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചൂടെ? എന്തെങ്കിലും കണ്ടുപിടിച്ചില്ലെങ്കിൽ മാത്രമാണോ ന്യൂജനാവുന്നേ? പക്ഷെ എന്തെങ്കിലും കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ കണ്ടുപിടിച്ചവർ അവരെയൊക്കെ നമ്മൾ തന്തവൈബ് എന്നുള്ള കാറ്റഗറിയിലേക്ക് പെടുത്തിയിരിക്കും. അങ്ങനത്തെ ആൾക്കാരെയാണോ തന്തവൈബ് എന്ന് വിളിക്കുന്നത്? നമ്മള് സലീം കുമാറിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇന്ന്. അതിനകത്ത് ഒരാള് പറയുന്നുണ്ട്, ഈ സലീം കുമാർ അടങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാരും അമ്മമാരൊക്കെ അടങ്ങുന്ന ആ ഒരു ജനറേഷനെ, അല്ലെങ്കിൽ നമ്മുടെ ഈവൻ നമ്മളെ പോലും നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ തന്തവൈബാണ്, അല്ലെങ്കിൽ ആ ഒരു ലേബിള് നമുക്ക് ചാർത്തി തരും. ഞാൻ ചോദിക്കുന്നത്, ഈ തന്തവൈബിന് എന്താ പ്രശ്നം? തന്തവൈബിന് എന്താ പ്രശ്നം എന്നുള്ളതല്ല ഇവിടുത്തെ പ്രസക്തിയായ വിഷയം. തന്തവൈബാണ് എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളിപ്പോ റീൽസിലൊക്കെ കാണുന്നത് സലീം കുമാറിന്റെ പ്രസംഗത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിന് മുന്നേ ഈ തന്തവൈബിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ റീൽസിലൊക്കെ കാണുന്ന തന്തവൈബ് എന്താണ്? നൈറ്റ് ഷോയ്ക്ക് പോകാൻ പറ്റാതിരിക്കുമ്പോ, അല്ലെങ്കിൽ ആ ഉറക്കത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമ്മൾ തന്തവൈബ്. നമ്മള് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതെ തന്തവൈബായി. കുറച്ച് പഴയ പാട്ടുകൾ കേട്ട, യേശുദാസിന്റെ എം ജയചന്ദ്രന്റെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്തവൈബായി മാറി. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ത്രൂ എക്സ്പീരിയൻസ് ഏൺ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്തവൈബായി നമ്മൾ ഉപദേശിച്ചു. അതെ, ട്രിപ്പൊക്കെ പോകുമ്പോ എന്തെങ്കിലും മുണ്ടി അടിച്ചു കഴിഞ്ഞാൽ, അതെ ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വാർണിംഗ് പോലെ പ്രാക്ടിക്കാലിറ്റി ആവും പറയുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും തന്തവൈബായി. ആക്ച്വലി എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഓരോരുത്തരുടെ വൈബാണെന്ന്. അതെ, തന്തവൈബ് എന്ന് വിളിക്കേണ്ട ആവശ്യകത എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയില്ല. എല്ലാവരും ഈ തന്തവൈബ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് എത്തിപ്പെടും. എല്ലാവരും എത്തിപ്പെടണമല്ലോ, വേണ്ടേ? നമ്മൾക്ക് കുറച്ചു കാലം മുന്നേ ഒരു ന്യൂജൻ ആയിരുന്നില്ല, ഇപ്പൊ നമ്മൾ തന്തവൈബിലല്ലേ. അപ്പൊ എല്ലാവരും ഇതിലേക്ക് എത്തും എന്നുള്ളത് ഇപ്പത്തെ റീലുകളിൽ കൂടുതലും എന്തായി 99 അല്ലെങ്കിൽ 2000 തന്തവൈബിൽ എത്തിയതാണ് മെയിൻ ട്രെൻഡിങ് റീൽസ് എല്ലാം പോകുന്നത്. ഇവര് തന്തവൈബിൽ എത്തി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവൻ എത്ര വലിയ ആളുകളെ വെച്ചുള്ള ഇന്റർവ്യൂ ആണെങ്കിൽ പോലും അതിനകത്ത് ചോദിക്കുന്ന ഒരു മെയിൻ ചോദ്യം ഇതാണ്. അതാണ് ഞാൻ ഈ സലീം കുമാറിന്റെ വിഷയം പറഞ്ഞത്. അതിൽ അദ്ദേഹം ഒരു പൊതുവേദിയിൽ ഇരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തോട് അവതാരകൻ അല്ലെങ്കിൽ ആങ്കർ ചോദിച്ചൊരു ചോദ്യമാണത്. തന്തവൈബിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോഴാണ് സലീം കുമാർ ഇത്തരത്തിൽ പ്രതികരിച്ചത് ജനങ്ങളോട്. പക്ഷെ സലീം കുമാർ എന്ന് പറയുന്ന നടൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായി അങ്ങ് യോജിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. ശരിയാണ്, ഇതൊക്കെ കണ്ടുപിടിച്ചത് നമ്മളല്ല. പക്ഷെ ഇതിന് വേണ്ട അഡ്വാൻസ്മെന്റ്സ് ഒക്കെ വന്നത് എപ്പോഴാണ്? നമ്മുടെ ഈ ജനറേഷനിലാണ് അല്ലേ? നമ്മുടെ ജനറേഷൻ ആയിരിക്കില്ല, അതിന്റെ തൊട്ട് മുന്നത്തെ ജനറേഷനും ആയിക്കോട്ടെ. അതെ, നമ്മുടെ ജനറേഷൻ വലുതായി വരുന്നതേ ഉള്ളൂ. ഇവര് മറ്റേ 12ാമത്തെ വയസ്സിലൊന്നല്ലല്ലോ ഇത് കണ്ടുപിടിച്ചത്. അല്ലല്ലോ, ഇവർക്ക് 10, 30, 40 വയസ്സുള്ളവരാണ്. ഐസക് ന്യൂട്ടനൊക്കെ എത്രാമത്തെ വയസ്സിലാണ് സാധനങ്ങൾ കണ്ടുപിടിച്ചത്? അല്ലേ? ഇതിപ്പോ നമ്മൾ അത്രയ്ക്ക് വളർന്നെത്തണ്ടേ? ഇനി അത് പോട്ടെ, ആ വയസ്സിന്റെ കാര്യം മാറ്റിക്ക്. ഇന്നത്തെ കുഞ്ഞു കുട്ടികൾ ഇവിടെ സൈബർ മേഖലയിലൊക്കെ എത്രത്തോളം മുന്നോട്ട് വരുന്നുണ്ട്. ഈ AI-ലൊക്കെ ഭയങ്കര വലിയ ഡെവലപ്മെന്റ് നടത്തിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ കൊച്ചിയിലാണ് ആ കുട്ടി. എന്നുവെച്ചാൽ പുറത്തുള്ള ചൈനയിലും അമേരിക്കയിലും അടക്കമുള്ളവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാണ്. ഒരു 6-7 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. അങ്ങനത്തെ ആൾക്കാരുള്ള ജനറേഷൻ സെഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസക്തി കുറവാണ്. ഇനി നമുക്ക് തന്തവൈബിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഇതിന്റെ ഒപ്പം സംസാരിക്കുന്ന വേറൊരു സാധനമുണ്ട്, ക്രിഞ്ച് അല്ലെങ്കിൽ ക്ലീഷേ. എനിക്ക് മനസ്സിലാവാത്തൊരു പ്രയോഗമാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സാധനം കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലീഷേ. കോമൺ ആയി പറയേണ്ട സ്ഥലത്ത് കോമൺ ആയി പറയാതെ നമ്മൾ എന്താ ചെയ്യാ? അവിടെ നമ്മൾ ഇനി ഉണ്ടാക്കി വെറൈറ്റി ആക്കേണ്ടി വരും. അതെ, അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കുറച്ച് ഭയങ്കര സംസാരിച്ചു കഴിഞ്ഞാൽ ക്രിഞ്ചാ. ഈ ക്രിഞ്ച് കാരണം എത്ര റിലേഷൻഷിപ്പ് തകരുന്നുണ്ടെന്നറിയോ? ക്രിഞ്ച് എന്നുള്ള പ്രശ്നം കാരണം പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ട് എന്നുവെച്ചാൽ പേടിയാണ്. ഇപ്പൊ ഞാൻ അനുപമയുടെ ഒരു റിലേഷൻഷിപ്പിലാണെന്നിരിക്കട്ടെ, എനിക്ക് ചിലപ്പോൾ അനുപമനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എനിക്കത് അനുപമയോട് എക്സ്പ്രസ് ചെയ്യണം, എനിക്ക് നിന്നെ അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിന്നെ നീർക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ടെന്ന് എനിക്ക് അനുപമയോട് പറയണം. പക്ഷെ എന്റെ ഉള്ളിലുള്ള ക്രിഞ്ച് അതിന് സമ്മതിക്കില്ല. എങ്ങാനും ശില്പ അതെന്റെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ക്രിഞ്ച് അടിക്കും. ഞാനെങ്ങനെ ഓർപ്പിച്ചോ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുത്തിനെയാണല്ലോ ഈശ്വര ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കണ്ടേ എന്ന് കരുതി എനിക്കൊരു ബാഡ് അടിക്കാനുള്ള സാധ്യത ഉണ്ട് അവിടെ. പക്ഷെ ചിലപ്പോ അനുപമ ആഗ്രഹിക്കുന്നതായിരിക്കും അത് എന്റെ തോട്ടായിരിക്കും. എന്താ അനുപമയ്ക്ക് അത് ക്രിഞ്ചാവും, അല്ലെങ്കിൽ അനുപമ അതിനെ ബാഡ് അടിക്കും. അപ്പൊ ഞാൻ വേറൊരു കേസിൽ ശില്പ പറഞ്ഞത് ഇത് വേറൊരു കേസ്. അപ്പൊ ഞാൻ വേണമെങ്കിൽ ചിന്തിക്കാം, ഇങ്ങനെയൊക്കെ ഒന്ന് അവള് പറഞ്ഞിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഈ തന്തവൈബിനെയും ക്രിഞ്ചിന്റെയും ക്ലീഷയുടെയും ഒക്കെ പ്രശ്നം ഇതാണ്. എന്നുവെച്ചാ
നമുക്ക് കോമൺ ആയിട്ട് ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ചിന്തിക്കുക അല്ലെ, ഇപ്പൊ നമ്മൾ ഒരു വർത്താനം പറയുമ്പോ നമ്മൾ കാഷ്വലി ഒരു സംസാരിക്കുമ്പോൾ നമ്മള് 2 വട്ടം ചിന്തിച്ചിട്ട് എങ്ങനെ നമ്മൾ പറയുന്നതിന്റെ ഒരു വാക്ക് മാറിയാൽ തന്തവൈബ് പോവോ, ക്രിഞ്ചി പോവോ, ക്ലീശയാവോ, ഇതൊക്കെ ചിന്തിച്ച് സംസാരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ കൂട്ടുകാരുടെ ഇടയിൽ നമ്മൾ ഏറ്റവും ഫ്രീ ആയി സംസാരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സെയിം ഏജ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പക്ഷെ അവിടെയാണ് ഇപ്പൊ നമുക്ക് പേടിയാണ്, നമ്മൾ ട്രോളിന് പേടിയാണ് ഇതൊക്കെ കാരണം. അതുകൊണ്ട് ഈ ഇത്രയും വാക്കുകൾ സമൂഹത്തിന് ആപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 3 വാക്കുകളും അല്ലെങ്കിൽ ഈ 3 ലേബലുകളും പരസ്പര പൂരകങ്ങളാണ് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്, അല്ലെങ്കിൽ പരസ്പരം കണക്റ്റഡ് ആണ്. ഈ തന്തവൈബ് എന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ ഇപ്പൊ അവരുടെ ഒക്കെ ക്ലീശ സാധനങ്ങളാണല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ടൂർ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അകത്ത് എന്തെങ്കിലും ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോകുമ്പോൾ ചിലപ്പോൾ തണുപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ എന്തൊരു തന്തവൈബാണ്, അല്ലെ പോവണ്ട, പോയി കഴിഞ്ഞാൽ നമുക്ക് അന്ന് ആ സമയത്ത് തിരിച്ചു വരാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്തവൈബായി, അതേപോലെ ക്ലീശയായി. ഇപ്പൊ നമ്മൾ നൈറ്റ് ഷോയുടെ കാര്യം പറഞ്ഞത് ആക്ച്വലി നമ്മുടെ ലൈഫ് ചേഞ്ച് ആവുന്നതിന്റെയാണ്. പണ്ട് നമുക്ക് കോളേജിൽ പോവുക ആ സമയമൊക്കെ ആവുമ്പോൾ കുറച്ച് നേരം കോളേജിൽ നിന്ന് ഉറക്കം തൂങ്ങിയാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ക്ലാസ്സിന്റെ ഇടയിൽ നമുക്ക് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാം. അപ്പൊ രാത്രി സിനിമ കണ്ട് രാവിലെ കോളേജിൽ പോകുന്നത് വലിയൊരു വിഷയമല്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് നമ്മൾ ജോലിക്കാ പോകുന്നത്. ഈ രാത്രി സിനിമ കണ്ട് നമ്മളെ ഉറക്കം ഇതായി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ജോലിക്ക് പോയിട്ട് നമുക്ക് ഇരുന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, നമ്മൾ വേറൊരാളെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. അവിടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടുതലാണ്, അല്ലെങ്കിൽ നമുക്കുള്ള കമ്മിറ്റ്മെന്റ്സ് കുറച്ചും കൂടി കൂടുതലാണ്. അതുകൊണ്ടായിരിക്കും ഇന്ന് പലരും നൈറ്റ് ഷോസിനേക്കാൾ അതിന് മുൻപുള്ള ഷോസ് പ്രിഫർ ചെയ്ത് പോകുന്നത്. പക്ഷെ അത് തന്തവൈബ് അതിന്റെ എങ്ങനെയാണ് ആക്ച്വലി അത് നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ റൊട്ടീൻസ് ചേഞ്ച് ആയേ പറ്റത്തുള്ളൂ. അതെ, നമ്മുടെ ഈ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാട് മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ആവണം. അല്ലാതെ നമ്മൾ ഈ തന്തവൈബ് അല്ലാത്തതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചലഞ്ചിങ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ത്രട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻകൈ എടുത്ത് നിൽക്കുന്നു, അങ്ങനെയുള്ളവർ ന്യൂജനാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ സിനിമേന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ രാത്രി സിനിമയ്ക്ക് പോയിട്ട് ലേറ്റ് നൈറ്റ് തിരിച്ചു വരുന്നു, പിറ്റേന്ന് ഓഫീസിൽ പോകുന്നു, കിടന്ന് ഓഫീസിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഓഫീസ് എങ്ങനെയെങ്കിലും ബങ്ക് ചെയ്യുന്നു, ഇതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അതൊക്കെ ഒരു ന്യൂജൻ ആളുകൾ ചെയ്യുന്നതാണ്. അതല്ലാതെ പ്രാക്ടിക്കലായി ചിന്തിച്ച് അതിനെ എങ്ങനെ ഷെഡ്യൂൾഡ് ആയിട്ട് ചെയ്യാം എന്ന് ചിന്തിക്കുന്നവർ തന്തവൈബാണ്. പിന്നെ വേറൊരു കാര്യം എന്താ അറിയോ, ഈ തന്തവൈബ് എന്ന് വിളിക്കുന്നവരുണ്ടല്ലോ, വിളിക്കപ്പെടുന്നവർ ശരിക്കും അവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ നൈറ്റ് ഷോയ്ക്ക് പോകണം, അല്ലെങ്കിൽ രാത്രി ചായ കുടിക്കാൻ തോന്നുമ്പോൾ വണ്ടി എടുത്ത് മൂന്നാറിൽ പോയി ചായ കുടിച്ചു വരണം, ഈ ആഗ്രഹങ്ങൾ അവർക്കുണ്ടാവും. പക്ഷെ അവരുടെ ലൈഫിന്റെ അപ്പത്തെ എന്താ പറയാ ഒരു ടൈമിങ്സ് അവർ അതിനെ അനുവദിക്കാത്തത് കൊണ്ടാണ്, അല്ലാതെ അവർക്ക് ആഗ്രഹങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കണം എന്നില്ലത്. ഇപ്പൊ നമുക്ക് ആഗ്രഹം ഉണ്ടാവാറില്ലേ, രാത്രി പുറത്തു പോകണം, ചായ കുടിക്കണം, അപ്പൊ നമുക്ക് രാവിലെ 6 മണിക്ക് ഷൂട്ടിന് പോകണം, രാവിലെ 6 മണിക്ക് ഗസ്റ്റ് വരും, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിന് ബാക്ക് ഓഫ് ചെയ്യും. അത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ബാക്ക് ഓഫ് ചെയ്യേണ്ടി വരുന്നത്, അല്ലാതെ നമ്മുടെ വൈബ് നഷ്ടപ്പെട്ടത് കൊണ്ടല്ല. വൈബ് നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ ആ വൈബിനെ മുകളിൽ നമ്മൾ നമ്മുടെ ജോലിക്ക് പ്രിഫറൻസ് കൊടുക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് വേറൊരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ മാറിയത് കൊണ്ടും വരുന്ന പ്രശ്നങ്ങളാണ് ഈ തന്തവൈബ് എന്ന് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്തവൈബിന് അങ്ങനെ പ്രത്യേകിച്ച് ജെൻഡർ ഇല്ല എന്നുള്ളതും അത് സമാധാനം, എവിടെയെങ്കിലും ഒരു ഈക്വാലിറ്റി കാണുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ തൊട്ട് മുൻപ് നമ്മള് പ്രശ്നമായ പോലെ പുരുഷന്മാർക്ക് ഈക്വാലിറ്റി ഇല്ല, സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് മുൻതൂക്കം ഇല്ല, സ്ത്രീകൾക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇവിടെയും നമ്മള് എന്താ പറയാ ആരെങ്കിലും ഒരാൾ തഴയപ്പെട്ടു അല്ലെങ്കിൽ ഒരാളെ മാത്രമാണ് ഇതില് അണ്ടർ ഈ ഒരു കാര്യത്തിൽ നമ്മൾ മലയാളികൾ എന്തായാലും ഇക്വാലിറ്റി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു സന്തോഷമാണ്.